ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെഞ്ച് മാർക്ക് ഇൻഡെക്സായ നിഫ്റ്റി 25,000 താഴെ വന്ന് 24,900 ബ്രേക്ക് ചെയ്തതോടെ ടെക്നിക്കലി മാർക്കറ്റ് വീക്കായി തുടങ്ങിയിരുന്നു. ഇപ്പോൾ ബിയേഴ്സ് ഇപ്പോൾ മാർക്കറ്റിൽ ആധിപത്യം നേടിയിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു ബിയേഴ്സിന്റെ ആധിപത്യമുള്ള മാർക്കറ്റിൽ ഓരോ നെഗറ്റീവ് ക്യൂസും, അത് വളരെ നിസ്സാരമായ ഒരു നെഗറ്റീവ് ക്യൂസ് ആയാൽ പോലും അതൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയി കണ്ടുകൊണ്ട് മാർക്കറ്റിൽ വമ്പിച്ച ഒരു സെൽ ഓഫ് നടക്കുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഇന്ന് നമുക്കത് കാണാൻ കഴിയും. സെക്ടോറൽ ഫ്രണ്ടിൽ റിയൽറ്റി സ്റ്റോക്ക് വളരെയധികം സെല്ലിംഗ് പ്രഷറിലാണ് ഉണ്ടായിരുന്നത്. 4% ഇൻഡെക്സ് മൊത്തം ഡൗൺ ആയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 5 ദിവസത്തെ ട്രേഡിംഗ് ഡേയിലെ റിയാലിറ്റി ഇൻഡെക്സിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 9% ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ റിയാലിറ്റി ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ 10 സ്റ്റോക്കുകളും റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ഫിനിക്സ് മിൽസ്, ശോഭ ഡെവലപ്പേഴ്സ്, ആനന്ദ്രാജ്, റൈമണ്ട്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, ഒബ്ര റിയാലിറ്റി, DLF, ബ്രിഗേഡ് എസ്റ്റേറ്റ് പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ റെഡിലാണ്. ഏറ്റവും വലിയ ഫോൾ ഉണ്ടായിട്ടുള്ളത് 2 പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലാണ്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ 5% ഡൗൺ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ലോധ അഥവാ മാക്രോടെക് ഡെവലപ്പേഴ്സിലും ഏറ്റവും വലിയ ഫോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ആ ഇൻഡെക്സിനെ താഴോട്ടേക്ക് വലിച്ചത് ഈ ലോധ അഥവാ ഈ മാക്രോടെക് ഡെവലപ്പേഴ്സിന്റെ റിസൾട്ടാണ്. ഇപ്പോൾ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 22% ഗ്രോത്തും പ്രോഫിറ്റിൽ 42% ഗ്രോത്തും ലോധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 17% ഡ്രോപ്പും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 26% ഡ്രോപ്പും ഉണ്ടായതാണ് മാർക്കറ്റിൽ ഈ റിയാലിറ്റിയെ പൊതുവെ നെഗറ്റീവിലേക്ക് നയിച്ചത്. ഇതിനു മുമ്പേ വന്ന ഒബ്ര റിയാലിറ്റിയുടെയും ഫിനിക്സ് മിൽസിന്റെയും റിസൾട്ടും ഇതേപോലെ തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഡൗൺ ആയിരുന്നു. വരാൻ പോകുന്ന മറ്റ് ബിഗ് റിയാലിറ്റി പ്ലെയേഴ്സിന്റെ ഒക്കെ റിസൾട്ട് ഇതേപോലെ ആയിരിക്കും എന്നുള്ള ഒരു സ്പെക്കുലേഷന്റെ ഭാഗമായിട്ടാണ് ആ ഇൻഡെക്സ് മൊത്തത്തിൽ ഡൗൺ ആകാനുള്ള കാരണം. അപ്പോൾ ഇത് കൂടാതെ IT സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ബിയറിഷ്നസ്, നമുക്കറിയാം TCSന്റെ ഒരു ലേ ഓഫുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വാർത്ത, അതിന്റെ അടിസ്ഥാനത്തിൽ IT സെക്ടറിൽ ഉണ്ടായുള്ള വീഴ്ച ഇതും റിയൽ എസ്റ്റേറ്റ് സെഗ്മെന്റിനെ ഡൗൺ ആക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാം. കാരണം IT വളർച്ചയും റിയൽ എസ്റ്റേറ്റും തമ്മിൽ വലിയ തോതിൽ കണക്റ്റായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ IT സെക്ടറിൽ വലിയ തോതിൽ പിരിച്ചുവിടൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മൾട്ടി സിറ്റികളിലുള്ള റെന്റഡ് അപ്പാർട്ട്മെന്റുകൾക്കും മറ്റ് ഹൗസിംഗ് പ്രോജക്റ്റുകൾക്കുമൊക്കെ അത് നെഗറ്റീവായിട്ടത് ബാധിക്കാറുണ്ട്. അപ്പോൾ ടാറ്റ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത 12,000 ജോബ് അവർ ഗ്ലോബലായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. അത് ഏകദേശം അവരുടെ ടോട്ടൽ വർക്ക് ഫോഴ്സിന്റെ 2% കൂടുതൽ വരും. അപ്പോൾ ടാറ്റയുടെ ഒരു ബിഗ്ഗസ്റ്റ് എവർ ലേ ഓഫ് ആണിത്. അപ്പോൾ പൊതുവെ എല്ലാവരും കണക്ക് കൂട്ടുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ട് പല ജോബുകളും ഇല്ലാതാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ലേ ഓഫ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ലെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ വിശദീകരണം. അവർ പറയുന്നത് സ്കിൽ മിസ്മാച്ച് ആണ് ഈ പിരിച്ചുവിടലിന് കാരണം. അതായത് നിലവിൽ പഴയ സ്കില്ലുകൾ വെച്ച് ജോലി ചെയ്യുന്ന പലരും ടാറ്റയുടെ പുതിയ ബിസിനസ് മോഡലുമായിട്ട് അവരുടെ ആ ഒരു സ്കില്ല് മാച്ച് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പിരിച്ചുവിടലാണെന്നാണ്. എൻട്രി ലെവലിലോ അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ള ജോബുകളിലല്ല ഈ പിരിച്ചുവിടൽ. പ്രധാനമായിട്ടും മിഡിൽ ലെവലിലും സീനിയർ ലെവലിലുള്ള എംപ്ലോയീസിനെയാണ് ഇത് കാര്യമായിട്ട് ബാധിക്കുന്നത്. വളരെ ചെറിയ തോതിൽ മാത്രമേ ജൂനിയർ സ്റ്റാഫുകളിൽ ഇത് ബാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ TCSലുണ്ടായ ഒരു ലേ ഓഫ് തീർച്ചയായിട്ടും മറ്റ് IT കമ്പനികളിലും സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്നുള്ള ഒരു സ്പെക്കുലേഷൻ ഭാഗമായിട്ട് അതിൻ്റെ ഒരു റിപ്പിൾ എഫക്റ്റാണ് നമുക്ക് ഈ റിയാലിറ്റി സെഗ്മെന്റിലും കാണാൻ കഴിയുന്നത് എന്ന് വേണം കരുതാൻ. ഈ നിഫ്റ്റി 50യിലേക്ക് വന്നാൽ നിഫ്റ്റി 50യെ ഏറ്റവും അധികം ഇന്ന് ഡ്രാഗ് ചെയ്തത് പ്രൈവറ്റ് ബാങ്ക് സെഗ്മെന്റിലുള്ള കൊടാക് മഹീന്ദ്ര ബാങ്കാണ്. 7% അത് ഡൗൺ ആയിരുന്നു. അതുകൂടാതെ ബജാജ് ഫിനാൻസിലും ഇന്ന് 3.5% ഫോൾ ഉണ്ടായി. അപ്പോൾ ബജാജ് ഫൈനാൻസിലുണ്ടായ ആ ഒരു ഫോൾ കാരണം ഫൈനാൻഷ്യൽ സെഗ്മെന്റിൽ മൊത്തത്തിൽ ഇന്ന് 1% കൂടുതലുള്ള ഒരു ഫോൾ ഉണ്ടായി. കാരണം ബജാജ് ഫൈനാൻസ് പോലെയുള്ള ഒരു ബിഗ് പ്ലെയറിൻ്റെ റിസൾട്ട് അതിൻ്റെ ആ ഒരു അസറ്റ് ക്വാളിറ്റിയിൽ ഡിറ്റീരിയോറേഷൻ ഉണ്ട് എന്നുള്ള റിസൾട്ടിൽ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ പല വരാൻ പോകുന്ന ഫൈനാൻഷ്യൽ സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളിലും ഇത്തരത്തിൽ അവരുടെ ഗ്രോസ് NPAയും നെറ്റ് NPAയും ഒക്കെ വർദ്ധിക്കും എന്നുള്ള ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫൈനാൻഷ്യൽ സെഗ്മെന്റ് ഡൗൺ ആവാനുള്ള കാരണം എന്ന് വേണം കരുതാൻ. അപ്പോൾ ഈ കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ അതിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 8% ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിലും പ്രോഫിറ്റിൽ 2% ഡൗൺ ആണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 9% ഡൗൺ ആണ്. അപ്പോൾ കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ ആ ഒരു റവന്യൂ എക്സ്പെക്ടേഷൻ ബ്ലൂംബർഗ് പോലെയുള്ള റിസർച്ച് ഏജൻസികളുടെ എക്സ്പെക്ടേഷനും താഴെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതിന് ഫോളോ ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. കൂടാതെ പ്രൊവിഷൻസും മറ്റ് കണ്ടിജൻസീസും 2 മടങ്ങായിട്ട് വർദ്ധിച്ചതും ഈ സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രൊവിഷൻ ഇൻക്രീസ് ആവാനുള്ള കാരണം അവരുടെ കമേഴ്ഷ്യൽ വെഹിക്കിൾ ലോണുകളും അതുപോലെ മൈക്രോ ഫൈനാൻസ് രംഗത്തുള്ള ലോണുകളും വളരെയധികം വെല്ലുവിളി നേരിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള പ്രൊവിഷൻ വർദ്ധിക്കാൻ കാരണം എന്താണ് മാനേജ്മെന്റിന്റെ കമന്ററി. അപ്പോൾ നമുക്ക് ഗ്രോസ് NPA നോക്കി കഴിഞ്ഞാൽ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെത് 1.42 ആണ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായത്. അതിപ്പോൾ 1.48 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. NPA ആണെങ്കിൽ 0.31 നിന്നും 0.34 ആയിട്ടും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കിങ് സ്റ്റോക്കുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവണത തുടരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ
റിസൾട്ട് എക്സ്പെക്റ്റേഷൻ പല സ്റ്റോക്കുകൾക്കും മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് ഗ്ലോബലായിട്ട് നമ്മൾ നോക്കുമ്പോൾ US പ്രസിഡന്റും അതേപോലെ തന്നെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായിട്ടുള്ള ഉർസുല വോൺ ദെ ലയനും തമ്മിലുണ്ടാക്കിയ ട്രേഡ് ഡീല് അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ 15% ഒരു താരിഫാണ് യൂറോപ്യൻ യൂണിയന് US ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാറുകൾ, കമ്പ്യൂട്ടർ ചിപ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് എല്ലാം അടങ്ങുന്ന മെജോറിറ്റി പ്രൊഡക്റ്റുകൾക്കും 15% താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തിയിരുന്ന 20%-ൻ്റെയും 50%-ൻ്റെയും അല്ലെങ്കിൽ 30%-ൻ്റെയും ഒക്കെ താരിഫ് അതിൽ നിന്നും എത്രയോ കുറഞ്ഞുകൊണ്ട് 15% ഒരു താരിഫിൽ ഈ ഒരു ട്രേഡ് ഡീൽ എത്തിയത് വലിയൊരു ആശ്വാസമായിട്ടാണ് ഗ്ലോബൽ മാർക്കറ്റ് കാണുന്നത്. ഇതുകൂടാതെ ചില സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഗുഡ്സിൽ അവർ 0 താരിഫും പരസ്പരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എയർക്രാഫ്റ്റ്, അതുപോലെ എയർക്രാഫ്റ്റ് പാർട്സ്, അതുപോലെ ചില സ്പെഷ്യൽ കെമിക്കൽസ്, അതുപോലെ ചില സെമി കണ്ടക്ടർ എക്യുപ്മെൻറ്റ്സ്, ചില അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, ചില നാച്ചുറൽ റിസോഴ്സസ്, ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, അതിനൊക്കെ ഒരു 0 താരിഫ് ആയിരിക്കും ഉണ്ടാവുക എന്നും കൂടി ഈ ഡീലിൽ പറയുന്നുണ്ട്. അത് സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ ഗുഡ്സ് ആണെന്ന് പറയുന്നുമില്ല. എന്നാൽ സ്റ്റീല്, അതുപോലെ മെറ്റൽ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള 50% അതങ്ങനെ തന്നെ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ യിലുള്ള ഒരു ഫൈനൽ സെറ്റിൽമെന്റ് ആയിട്ടില്ല എന്നാണ് ട്രേഡ് ഡീലിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എങ്കിൽ പോലും യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹയർ താരിഫാണ്. കാരണം മുമ്പ് 1% ഈ താരിഫ് ഉണ്ടായിരുന്നത്. അത് 10% എന്നുള്ള ഒരു ബേസ് ലൈൻ താരിഫിലേക്ക് ട്രംപ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിലും കൂടുതലാണ് നിലവിലുള്ള 15% താരിഫ് എന്നുള്ളത്. യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കണോമിയെ അത് സാരമായിട്ട് ബാധിക്കും. അതുപോലെ US-നെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഉയരാൻ ഇത് കാരണമാകും. എങ്കിൽ പോലും പ്രോഫിറ്റ് കുറച്ചുകൊണ്ടുള്ള ഒരു പ്രൈസിൽ അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഇത്തരം സാധനങ്ങൾ വിൽക്കാൻ അതാത് കമ്പനികൾ തയ്യാറാകേണ്ടി വരും എന്നും കൂടി മനസ്സിലാക്കേണ്ടി വരും. കൂടാതെ യൂറോപ്യൻ യൂണിയൻ എക്സിക്യൂട്ടീവ് കമ്മീഷൻ 1.3% മുതൽ 0.9%-ൻ്റെ ഒരു ഗ്രോത്ത് കട്ട് അവർ ഓൾറെഡി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള എക്സ്പോർട്ട് എക്സ്പെൻസീവ് ആകുന്നത് കൊണ്ട് തന്നെ അത് എക്കണോമിയെ കുറച്ച് ഡൗൺ ആക്കും എന്നുള്ള കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ പല കോണുകളിൽ നിന്നും അവർ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ മാർക്കറ്റ് ഇപ്പോൾ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. S&P 500-ഉം നാസ്ഡാക്കും ഓൾറെഡി പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ പോവുകയാണ്. കൂടാതെ അമേരിക്കൻ കമ്പനികൾ പലതും നല്ല ഏർണിങ്സ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജമ്പ് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നോണം ഗോൾഡ് പ്രൈസ് ഇപ്പോൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1 വീക്കിൽ 2% ഗോൾഡ് പ്രൈസ് ഡൗൺ ആയിരുന്നു. അപ്പോൾ ആ സേഫ് ഹെവനിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഇൻവെസ്റ്റേഴ്സ് കുറച്ചുകൊണ്ട് അവർ US മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു ഡൗൺ ട്രെൻഡ് ഇതൊരു അവസരമായി കാണുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ജോലി. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ പല നല്ല സ്റ്റോക്കുകൾ ഇപ്പോൾ നല്ല വാല്യുവേഷനിൽ അവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ വാച്ചിൽ സ്റ്റഡി ചെയ്തുകൊണ്ട് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ വാങ്ങുക എന്നൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് കഴിഞ്ഞ ക്വാർട്ടറിൽ വർദ്ധിപ്പിച്ച 2 സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഡൈനാമിക് ക്യാബിൾസ് ആണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഹോൾഡിംഗ് 1.27%-ൽ നിന്ന് 1.47% ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1.62%-ൽ നിന്ന് 1.64% ആയിട്ടും ഉയർത്തിയതായിട്ട് കാണാം. ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 27, 3 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 27.9, അതുപോലെ ഇൻഡസ്ട്രി PE 30, PEG റേഷ്യോ 0.98 ആണ്. അപ്പോൾ എല്ലാ ഈ വാല്യുവേഷൻ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോഴും ഇതൊരു അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണുക. ഇതുകൂടാതെ ഇതിൻ്റെ ഗ്രോത്ത് എല്ലാം ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആയിട്ടാണ് നമ്മൾ ആ ഒരു CAGR ടേംസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച മറ്റൊരു സ്റ്റോക്കാണ് ശക്തി പമ്പ്സ്. 5.06 എന്ന ലെവലിൽ നിന്നും അത് 5.72% ആയിട്ട് അവർ ഉയർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും 4.84%-ൽ നിന്ന് 6.42% ആയിട്ടും ഉയർത്തിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ നമ്മൾ പരിശോധിച്ചാൽ അത് 26.4 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. 3 ഇയേഴ്സിൻ്റെ PE 33 ആയിരുന്നു. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 43 ആണ്. PEG റേഷ്യോ 0.31 ആണ്. ഇവിടെ അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഈ ശക്തി പമ്പ്സ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ സ്റ്റോക്കുകൾ നമുക്ക് വാച്ചിൽ സ്റ്റഡി ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെവലിൽ വരുന്നത് വരെ വാച്ച് ചെയ്തുകൊണ്ട് നല്ലൊരു അവസരം വരുമ്പോൾ വാങ്ങാവുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഷെയർ ചെയ്യാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.